രൂപ മുതൽ ഒരു 20,000 25,000 രൂപയ്ക്ക് വരെ ഈ ഒരു ചെടികളുടെ തണ്ട് മുള്ളൊക്കെ തട്ടിയിട്ടുള്ള സ്ക്രാച്ചുകൾ വരില്ല. പിന്നെ അതുപോലെ നമ്മളുടെ നഖം തട്ടിയിട്ടുള്ള സ്ക്രാച്ചുകൾ വരില്ല. ഇത് വൃത്തിയാക്കാൻ എളുപ്പമാണ്. ഹൈഡ്രോഫോബിക് എഫക്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ക്ലിയർ കോട്ടിന്റെ മുകളിൽ നമ്മൾ ചെയ്യുന്നത് വെറും 3 to 4 മൈക്രോൺസ് മാത്രമുള്ള ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് കാശ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ കോട്ടിംഗ് ചെയ്യുന്നതിന് ഞാനൊരു മോശം പറയില്ല. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം ഒരു 10 ലക്ഷം രൂപയുടെ ഉള്ളിൽ വരുന്ന വാഹനമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോട്ടിംഗ് ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഗ്രാഫീൻ കോട്ടിംഗ് അല്ലെങ്കിൽ സെറാമിക് കോട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വാഹനം ഏത് രീതിയിലും ഉപയോഗിക്കാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി മാറ്റി വെച്ചേക്കുക. കാരണം വാഹനത്തിൽ പൊടി പിടിക്കില്ല, ചളി പിടിക്കില്ല, പിന്നീട് സ്ക്രാച്ചസ് വീഴ എന്നൊക്കെയുള്ള പല തെറ്റിദ്ധാരണകളും പലർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ കോട്ടിംഗ് ചെയ്തതിന് ശേഷം ഏത് രീതിയിൽ നമ്മൾ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതനുസരിച്ചാണ് നമ്മളുടെ ഈ കോട്ടിങ്ങിന്റെ കാലാവധി അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി എത്രത്തോളം നിൽക്കുന്നു എന്നുള്ളത്. തീർച്ചയായും വണ്ടിയിൽ ചളി പിടിക്കും, പൊടി പിടിക്കും, പക്ഷെ നമുക്ക് കഴുകാൻ അല്ലെങ്കിൽ വൃത്തിയാക്കാൻ എളുപ്പമാണ്. ഹൈഡ്രോഫോബിക് എഫക്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ സ്ക്രാച്ചസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ, അതായത് നമ്മളുടെ ചെടികളുടെ തണ്ട് മുള്ളൊക്കെ തട്ടിയിട്ടുള്ള സ്ക്രാച്ചുകൾ വരില്ല. പിന്നെ അതുപോലെ നമ്മളുടെ നഖം തട്ടിയിട്ടുള്ള സ്ക്രാച്ചുകൾ വരില്ല. പക്ഷെ ഡീപ്പായിട്ടുള്ള സ്ക്രാച്ചുകൾ തീർച്ചയായിട്ടും, അതായത് നമ്മളുടെ ഈ ക്ലിയർ കോട്ടിന്റെ മുകളിൽ നമ്മൾ ചെയ്യുന്നത് വെറും 3 to 4 മൈക്രോൺസ് മാത്രമുള്ള ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് തിക്നെസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഡീപ്പായിട്ടുള്ള സ്ക്രാച്ചുകൾ തീർച്ചയായും നമ്മളുടെ ഈ കോട്ടിംഗും മറികടന്ന് നമ്മളുടെ അടിയിലെ ക്ലിയർ കോട്ടിലേക്കോ ചിലപ്പോൾ ബേസ് കോട്ടിങ്ങിലേക്കോ തീർച്ചയായും പോകും. അത് ഒരിക്കലും മറക്കരുത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ കോസ്റ്റിനെ കുറിച്ചാണ്. ഈ ഗ്രാഫീൻ കോട്ടിംഗ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം 8,000 രൂപ മുതൽ ഒരു 20,000 25,000 രൂപയ്ക്ക് വരെ ഈ ഒരു കോട്ടിങ്ങിന്റെ ആ ഒരു ലിക്വിഡ് മാത്രം നമുക്ക് പർച്ചേസ് ചെയ്യാം. അത് പല കമ്പനികളുടെ പ്രൊഡക്റ്റിനും പല റേറ്റ് ആണ്. പക്ഷേ നമ്മൾ ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റിനെ വെച്ച് ബേസ് ചെയ്ത് മാത്രമല്ല. കാരണം അതിന് ഒരുപാട് സപ്പോർട്ടിംഗ് പ്രൊഡക്ട്സ് നമുക്ക് വേണം. ഞാൻ നമ്മളുടെ വീഡിയോയിൽ കാണിച്ച പോലെ നമുക്ക് പോളിഷ് വേണം, നമുക്ക് ഇതിനു മുമ്പ് ക്ലീനിങ്ങിനുള്ള ഡീകണ്ടാമിനേഷന് വേണ്ടിയിട്ടുള്ള കെമിക്കൽസ്, നമ്മളുടെ ടൂൾസ്, എക്യുപ്മെന്റ്സ്, പാഡുകൾ, പോളിഷുകൾ, ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് മാൻ പവർ വേണം, നമുക്ക് ഇലക്ട്രിസിറ്റി വേണം, ഒരുപാട് സമയം നമുക്ക് ഇതിനു വേണ്ടി ചെലവാക്കണം. ഇതെല്ലാം വെച്ച് നമുക്ക് കണക്കൂട്ടിങ് മാത്രം നമുക്ക് ഇതിന്റെ ഒരു കോസ്റ്റ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതായത് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു കോട്ടിംഗ് നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം ഒരു 10 ലക്ഷം രൂപയുടെ ഉള്ളിൽ വരുന്ന വാഹനമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോട്ടിംഗ് ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു വാഹനം കംപ്ലീറ്റ് ആയിട്ട് റീപെയിന്റിങ് ചെയ്ത് ഇറക്കാൻ വേണ്ടിയിട്ട് കൂടി വന്നാൽ ഒരു ചെലവ് വരുന്നത് 50,000-ന്റെയും 60,000-ന്റെയും ഉള്ളിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോസ്റ്റിൽ, അതായത് 50,000-60,000 രൂപയ്ക്ക് ചെലവിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വാഹനം റീപെയിന്റ് ചെയ്ത് കിട്ടും എന്നുള്ള സാഹചര്യത്തിൽ ഇത്രയും കോസ്റ്റ് ചെലവാക്കി നിങ്ങൾ ഈ ഒരു കോട്ടിംഗ് ചെയ്യണോ വേണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് കാശ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ കോട്ടിംഗ് ചെയ്യുന്നതിന് ഞാനൊരു മോശം പറയില്ല. കാരണം ഇതിന് ഒരുപാട് ആഡഡ് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരുപാട് ഗ്ലോസ്, അതായത് നമ്മളുടെ ഒരു മിറർ ഫിനിഷ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇതിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ 10 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 15 ലക്ഷം രൂപയുടെ വാഹനത്തിന്റെ പെയിന്റിംഗ്, പ്രത്യേകിച്ച് നമ്മൾക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനത്തിന്റെ പെയിന്റിംഗ് ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി അല്ല. ഒരുപാട് ഓറഞ്ച് പീലും കാര്യങ്ങളൊക്കെ നമ്മളുടെ ബേസ് കോട്ടിൽ പോലും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെയിന്റിന്റെ മുകളിൽ നമ്മൾ ഈ ഒരു കോട്ടിംഗ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ആ ഒരു ഫൈനൽ ഫിനിഷിംഗ് നമുക്ക് അത്ര ഒരു ഗ്ലോസ് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ ഇത്രയും പൈസ അതിന്റെ മുകളിൽ ചെലവാക്കി ചിലപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിക്കോളണം എന്നില്ല. അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ വാഹനം റീപെയിന്റ് ചെയ്യാൻ ഇത്രയുമേ കോസ്റ്റ് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ നമ്മൾ ചെലവാക്കി ഈ ഒരു കോട്ടിംഗ് ചെയ്തതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഗുണങ്ങൾ മാത്രമാണ്. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നത് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന വണ്ടികളാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് BMW, ബെൻസ് ഒക്കെ പോലെയുള്ള അല്ലെങ്കിൽ പോർഷെ ഒക്കെ പോലെയുള്ള വണ്ടികളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു കോട്ടിംഗ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ ആ വാഹനത്തിന്റെ ടോട്ടൽ റീപെയിന്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 1 ലക്ഷത്തിന്റെ മുകളിലായിരിക്കും തീർച്ചയായും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു കോട്ടിംഗ് ചെയ്ത് ആ ഒരു ക്ലിയർ കോട്ട് അല്ലെങ്കിൽ നമ്മുടെ പെയിന്റ് കുറച്ചു കാലം കൂടി നമുക്ക് ഡ്യൂറബിൾ ആക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കോട്ടിംഗ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് മാത്രം നിങ്ങൾ തീരുമാനിക്കുക.